നാട്ടിൽ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ മൊത്തം ലീക്ക് ആയിട്ടുണ്ട്. നിനക്ക് ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഫുള്ള് മജ തന്നെ അല്ലേ? വളരെ സന്തോഷായിരുന്നു. സിംഗിൾ ആയ ആൾക്കാരോട് പറഞ്ഞ കാര്യം അത് റൊമാൻസ് ആണ്. അത് തിരിച്ചറിയാനും വേണം മിനിമം ബുദ്ധിയും വിവരവും. ലവ് ഫെയിലർ ആ ഞാൻ പറയില്ല, അവര് ബ്രേക്കപ്പ് ആയപ്പോഴേക്കും ഞാൻ ട്രൈ ചെയ്തടാ, നമ്മള് മുളയിലെ നുള്ളിക്കളഞ്ഞു. നൊളയിലെ മുള്ളിക്കളഞ്ഞ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ? ആ നൊളയിലെ മുള്ളിക്കളഞ്ഞ അതന്നെ പറ. വളരെ സന്തോഷം. മലയാളിക്ക് പറയാൻ അറിയില്ല. മലയാളിയല്ലേ? മലയാളിയാണ്. ബംഗാളിയാ. എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ. നിങ്ങളെ ഭാഗ്യമായിട്ട് കണ്ടാ മതി. തരട്ടെ? മണി, ഫെയിം, റെസ്പെക്ട് ഇത് കണ്ടിട്ട് തന്നെ വന്നതാണ്. ചുമ്മാ ഒന്ന് നോക്കണം പോണം അത്രേ വിചാരിച്ചുള്ളൂ. ഞങ്ങളെ കൊള്ളായിരുന്നു പതിവ് പോലെ. എന്റെ പെർഫോമൻസ് ഗംഭീരം. അയ്യോ എന്നില്ല എല്ലാവർക്കും. അയ്യോ നിങ്ങൾ കല്യാണം കഴിച്ചോ? ഇതാണ് എന്തൊരു മനസ്സിൽ ലെഡ് പൊട്ടിയ മൊമെന്റ് ആണ്, ലോട്ടറി അടിച്ച മൊമെന്റ് ആണ്, ബട്ടർഫ്ലൈസ് വരുന്ന മൊമെന്റ് ആണ്. നിങ്ങൾ ബോറടിപ്പിച്ചോ? എല്ലാവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കണേ. ഓക്കെ, അടിച്ചു പൊളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽ സ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽ സ്റ്റോൺ ഇവന്റ്സിലൂടെ. മീഡിയ രണ്ടിലും അതിനകത്തൊരു സീനില്ലേ, ഇങ്ങനെ സൽമാൻ ഇങ്ങനെ മെഗ സിന്ദൂരൊക്കെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻ ആയിരുന്നില്ല. അപ്പൊ അതിങ്ങനെ ലൈക് ഹിന്ദുസിനെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. സിന്ദൂരം എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഹസ്ബൻഡ് തൊട്ട് തരുന്ന ഇതാണ്. അപ്പൊ ആ ഒരു സന്തോഷം ഓൾറെഡി ഉള്ളിലൊരു ഇതുണ്ട്. അപ്പൊ ഇങ്ങനെ തൊട്ട് തന്നപ്പോ എന്തായിരുന്നു? വളരെ സന്തോഷായിരുന്നു. അതെങ്ങനെ പറയല്ലേ, അതിങ്ങനെ ഉള്ളിന്ന് പറ. ആ വളരെ സന്തോഷായിരുന്നു. അങ്ങനെയല്ല, ശരിക്കും ശരിക്കും ആ സീനില്ല അങ്ങനെ ഒരു തിങ്. വളരെ സന്തോഷം. ഹാപ്പി മൊമെന്റ് ആണ്. എന്തൊരു മനസ്സിൽ ലെഡ് പൊട്ടിയ മൊമെന്റ് ആണ്, ലോട്ടറി അടിച്ച മൊമെന്റ് ആണ്, ബട്ടർഫ്ലൈസ് വരുന്ന മൊമെന്റ് ആണ്. ഈവൻ ദോ ഇറ്റ് വാസ് ഫസ്റ്റ് സീൻ, നമ്മള് ഒരു സെക്കൻഡ് ഒന്ന് നമുക്ക് പേഴ്സണലി എടുക്കാമല്ലോ. അതെ അതെ, ഒരു നിമിഷം എടുക്കാമല്ലോ. ഓക്കെ, എന്തായിരുന്നു ആ സീൻ? ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതില് ആണെങ്കില് നമ്മളെ കണ്ണൊക്കെ നമ്മളെ നോട്ടുണ്ട്, ആ കണ്ണൊക്കെ വരച്ച ഒരാള് ഡ്രോയിങ്സ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്റെ ഫോണില് വാൾപേപ്പറും ഉണ്ട്. നോക്കട്ടെ, എടുത്തരാ. ഓ നൈസ് നൈസ് നൈസ്, അടിപൊളി. അതാ സിന്ദൂർ ഇടുന്ന സമയത്തുള്ള ഓണാക്ക്, അത് പോയി. അടിപൊളി. എന്താ ഇതെന്താ കണ്ണ് ഇങ്ങനെ ഇരിക്കുന്നേ? സിംഗിൾ ആയ ആൾക്കാരോട് പറഞ്ഞ കാര്യം അത് റൊമാൻസ് ആണ്. അത് തിരിച്ചറിയാനും വേണം മിനിമം ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും. ഞാൻ പോവാ. ഓക്കെ, വെറുതെ ചോദിച്ചു ഓരോന്ന് വാങ്ങാണ്. എന്ത് കാര്യണ്ട് ഇപ്പൊ? അതങ്ങനെയാണ്, വരാനുള്ളത് വഴി തങ്ങൂല. പറ, 2-3 വർഷം കഴിയട്ടെ. ആ അതല്ല, പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ക്ലാസ്സിൽ പോവാണ്, അപ്പൊ പെട്ടെന്ന് കല്യാണം കഴിയുമ്പോ കോളേജിലെ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് അറിയായിരിക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസം വരെ എന്താ അവര് കല്യാണം കഴിഞ്ഞാ പറഞ്ഞു അത്ര ചേഞ്ചേ ഉള്ളൂ. അങ്ങനെയല്ല, അവര് പെട്ടെന്ന് എന്താണ് ചോദിച്ചില്ലേ, എന്നാലും ഇവിടെ പൊട്ടാ നീ എങ്ങനെ അങ്ങനെ ചോദിച്ചില്ലേ? ഞാൻ ട്രൈ ചെയ്തടാ, എന്റെ ട്രൈ അവളെന്തോ കാര്യമായിട്ട് പറയാൻ വന്നു തന്നെ. നമ്മള് മുളയിലെ നുള്ളിക്കളഞ്ഞു. പറ, നൊളയിലെ മുള്ളിക്കള മുളയിലെ മുള്ളിക്കളഞ്ഞു കറക്റ്റല്ലേ ഞാൻ പറഞ്ഞേ? ആ നൊളയിലെ മുള്ളിക്കളഞ്ഞു അതന്നെ പറ. നൊളയിലെ ഞാൻ പറയുന്നത് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും
പിന്നെ ഡെയിലി കോൾസ് ഒക്കെ ആയതുകൊണ്ട് അവര് ഊഹിച്ചെടുത്തു, പിന്നെ പറഞ്ഞു. പക്ഷെ ഡേറ്റ് എന്നാലും കല്യാണം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇല്ല, അവര് ഇല്ല ആക്ച്വലി എന്താന്ന് വെച്ചാല് കല്യാണം കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം അവർക്ക് കോളേജ് ലീവായിരുന്നു. അപ്പോഴേക്കും ഈ സാധനം വൈറലായി, എല്ലാരും അറിഞ്ഞ് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്ന് ഇതൊരു ടോക്ക് കുറച്ച്. പക്ഷെ ആർക്കും അയ്യോന്നില്ല, എല്ലാവർക്കും അയ്യോ നിങ്ങൾ കല്യാണം കഴിച്ചോ, ഇതാണ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ല, ലിറ്ററലി എവ്രിവൺ വാണ്ടഡ് ദിസ്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പോലെയായിരുന്നു ഫീല്. കാരണം കല്യാണം കഴിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് മുമ്പേ പറഞ്ഞതാണ്, ചില ആൾക്കാർക്ക് ആ നോട്ടത്തൊന്നും ഞാൻ മനസ്സിലായതാണ്, ചില ആൾക്കാർക്ക് ഇത് they were waiting for this moment. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതുവരെ ലൈക്ക് ഒരു വിഷമത്തോടൊന്നും പറഞ്ഞില്ല. എവ്രിവൺ ഇസ് ഹാപ്പി, they were excited. അവർ നിങ്ങൾ ഭയങ്കര ക്യൂട്ട് കപ്പിൾസ് ആണ്, നിങ്ങൾ ഒന്നിച്ചത് നല്ലത്, വെയിറ്റ് ഫോർ ഈച്ച് അതർ ആണ്, പിന്നെ നിനക്ക് കുറച്ച് ഭംഗി കൂടുതലായതുകൊണ്ട് ചേട്ടന് ഒപ്പം നിൽക്കാം. ഭാഗ്യമാണ് എന്നൊക്കെ. ഓക്കെ, അപ്പം സൽമാന്റെ വീട് കാസർഗോഡാണ്. എന്നാണ് ഈ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഉടൻ തന്നെ. ഇപ്പൊ കോളേജാണ്, അപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ സ്റ്റഡി ലീവ് വരുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രോപ്പർ ടൈം പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വീട്ടിൽ പോകും. ഞങ്ങൾ അപ്പുറത്ത് കണ്ണൂരും കാസർഗോഡും കണ്ണൂരും. അന്നേരം കുറച്ച് ദൂരം ഇല്ലേ? എന്നാലും ആ നെയ്ബേഴ്സ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം സിബ്ലിങ്സിന്റെ അടുത്തൊക്കെ കമ്പനിയാണോ സൽമാന്റെ സിബ്ലിങ്സ്? സംസാരിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഒരു സംഭവം കൊണ്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. ഗ്രാജുവലി ഓക്കെ ആവുമെന്ന് വിചാരിക്കണം. ആർക്കാണ് ഒട്ടും ലൈക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ? അങ്ങനെ പെർട്ടിക്കുലർ ഞാൻ പറയണില്ല, ഉണ്ട് ചില്ലറ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ആദ്യം ഭയങ്കര ഒരു എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അത് കുറച്ച് ലൈറ്റ് ആയി. പിന്നെ ഉമ്മച്ചി വിളിച്ചു ആൻഡ് ഷീസ് ഓക്കെ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു വരുന്നുണ്ട്. മേഘന്റെ വീട്ടിലോ? മേഘന്റെ വീട്ടില് അച്ഛൻ ഓക്കെ, അമ്മ, അനിയൻ? അനിയൻ ഈ ഓൾറെഡി അറിയായിരുന്നു എനിക്കിഷ്ടാണെന്ന്. സോ ഇറ്റ് വാസ് ഇൻ ബിഗ് ന്യൂസ് ടു. പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു ന്യൂസ് തന്നെയായിരുന്നു. അമ്മ കംപ്ലീറ്റ് ഷോക്കിലുമാണ്. പിന്നെ ഇപ്പം ഷീ ഫൈനലി അക്സെപ്റ്റഡ് ഇറ്റ്. ലൈക്ക് ഓക്കെ, നീ ഇനി നല്ലോണം ജീവിച്ചാൽ മതി, ബി ഹാപ്പി എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മയും പറഞ്ഞു, അച്ഛനും പറഞ്ഞു, എന്റെ ബ്രദറും പറഞ്ഞു, ഹോൾ ഫാമിലി പറഞ്ഞു. കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഓക്കെ ഫൈൻ, നീ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി, ബി ഹാപ്പി എന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ പയ്യെ എല്ലാം റെഡിയാവും. ഓക്കെ, അപ്പം ഇപ്പൊ പറഞ്ഞു ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താ പറയാ, ഇപ്പൊ കല്യാണം കഴിയുമ്പോൾ ഉത്തരവാദിത്തം കൂടും. അപ്പം എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? ഇവിടെ പഠിക്കുവാണ്, പിന്നെ ഇപ്പൊ ചെയ്യുന്നു, വേറെ എന്തെങ്കിലും പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആക്ടിങ് തന്നെയാണോ? We are actually planning for a work together. ഞങ്ങൾ ഒരുമിച്ച് പ്രോജക്റ്റ് ചെയ്യണം. ഒരു തീരുമാനമുണ്ട്. നമ്മളൊരു കംബാക്കിന് വേണ്ടി ഫോർ ദി ഫാൻസ് ആൻഡ് ഫോർ us. ഓക്കെ, അപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഇനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, എന്താണ് കുത്തി പറഞ്ഞവരുടെ ഒക്കെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ല, അല്ലാത്തവരുടെ മുന്നിലും എന്താണ് എല്ലാവരുടെ മുന്നിലും നന്നാവണ്ടേ? ഇത് പകുതി നന്നായിട്ട് പകുതി മോശമായിട്ട് നടക്കാൻ പറ്റുമോ? ഞാൻ തോറ്റ്. എന്താണ് സുല്ല് ഓക്കെ, അപ്പം എങ്ങോട്ട് പോയി മനസ്സിലായില്ല. ഞാൻ എന്തായാലും പറഞ്ഞു ഇല്ല, ഒന്നുകൂടി ചിരി വരും. എന്താ പറയാ, എന്താണെങ്കിലും പറഞ്ഞു, നമ്മുടെ മുമ്പിൽ നന്നായിട്ട് ജീവിച്ച് കാണിക്കണ്ടേ? അല്ല, അവർ കണ്ടില്ലെങ്കിലും ജീവിക്കൂട്ടോ. നാരായണ സ്വാമി. നമ്മളിപ്പോ നന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് അവർ കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ നന്നായിട്ട് ജീവിക്കൂലേ? പറയാ ശരിയാ, ചളി കണ്ടിട്ടല്ലേ വീണത്. കുട്ടിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ തന്നെ വേണോടി. അപ്പം ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? എന്താ അതല്ലേ പറഞ്ഞ നന്നായിട്ട് ജീവിക്കണമെന്ന്. സിനിമയാണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ? സിനിമക്ക് പോകണമെന്നുണ്ടായിരുന്നു രാത്രി. അതെങ്ങനെ മനസ്സിലായി? ഞങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പൊ ഞങ്ങളുടെ സിനിമ പോകണമെന്നുള്ള പ്ലാൻ. നിങ്ങൾ 1 മണിക്കൂറും കൂടി ഇന്റർവ്യൂ, എന്റെ ബെസ്റ്റ് നിങ്ങൾ കളഞ്ഞത്. 1 മണിക്കൂറും കൂടി ഇന്റർവ്യൂ. നമുക്ക് ഒരുമിച്ച് സിനിമ പോവാം. നമുക്ക് ഒരുമിച്ച് സിനിമ പോവാം എല്ലാവർക്കും. ഇത് പറ എന്താണ് സിനിമയല്ല, സിനിമയാണോ ആഗ്രഹം ചേട്ടന്റെ? തീർച്ചയായിട്ടും സിനിമ തന്നെയാണ്. സിനിമ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയത്. പിന്നെ ആ സമയത്ത് കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി വെച്ചിരിക്കുന്ന ടൈമും പിന്നെ ഏഷ്യാനെറ്റിൽ ഒരു ഓഫർ വന്നപ്പം വീട്ടില്, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, ഗ്രാജുവേറ്റഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും
എക്സാമിന്റെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഒരു വീക്ക് മുന്നേ ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയില്ല. ഒരു വീക്ക് മുന്നേ ഒക്കെ എല്ലാം അതാണ് അടച്ചു ഒരു വിശ്വാസം വെച്ചിട്ട് ഇല്ലാത്ത പോലെ book പറയുന്നത്. ഉറപ്പിച്ച് പറ. മാത്രം ഇരുന്ന് പഠിക്കണ ബുജ്ജിയൊക്കെ. എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. പറ. അപ്പോ അങ്ങനെ ആരെങ്കിലും ബുദ്ധികളൊക്കെ ഭയങ്കര ചളിയാല്ലേ? സത്യം. പക്ഷെ ചളികളെല്ലാം ബുദ്ധിയല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല. പറ. സോ അങ്ങനെ നന്നായിട്ട് പഠിച്ചിറങ്ങിയത് കൊണ്ട് ഈ ഫീൽഡിന്റെ ഒരു റിസ്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ, ഉമ്മച്ചിക്കാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും. അപ്പൊ എനിക്കാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്ത് കാണിക്കണം എന്നുള്ളത് കൊണ്ടും, പിന്നെ ആ സമയത്ത് സിനിമ സീരിയൽ അങ്ങനെ അധികം അറിയില്ലായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല, എന്റെ വെരി ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഏഷ്യാനെറ്റിൽ ചെയ്തത്. അപ്പോ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയായിരുന്നു, സീരിയൽ ചെയ്താൽ പിന്നെ സിനിമ ചെയ്യാൻ പറ്റില്ല, ആൾക്കാർ വിളിക്കില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ടോക്സ് ഉണ്ട്. അങ്ങനെ ശരിക്കൊന്നുമില്ല. സീരിയലിന് വന്ന എത്രയോ ആൾക്കാർ സിനിമയിലുണ്ട്. ഇതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ എങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടാവും. നമ്മൾ എങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒന്നും നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല. അപ്പൊ എങ്ങനെ അത് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നെ ഒരു ഇതുവരെ ലക്ക് ഫാക്ടർ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കഴിവുള്ള എത്രയോ ആൾക്കാർ എത്താത്തതും ഉണ്ട്, കഴിവില്ലാത്ത എത്രയോ ആൾക്കാർ എത്തിയതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ലക്ക് ഫാക്ടർ എത്രയോ ഉണ്ട്. പക്ഷെ മനസ്സിലെ സിനിമ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ആ പറഞ്ഞതുപോലെ വീട്ടിലൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ സീരിയൽ തുടങ്ങുന്നത്. പക്ഷെ തുടങ്ങിയപ്പം എനിക്ക് ആ ഫീൽഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ബീങ് ആൻ ആർട്ടിസ്റ്റ്, അതിപ്പോൾ സിനിമയായാലും സീരിയലായാലും നമ്മൾ അതിനോട് എത്രത്തോളം പിന്നെ ഗുഡ് ആവുന്നുവോ അതും അത്രത്തോളം നമ്മുടെ അടുത്തും ഗുഡ് ആയിരിക്കും എന്ന് മനസ്സിലായി. പിന്നെ സത്യം പറഞ്ഞാൽ തുടങ്ങിയതൊക്കെ എന്താ പറയാ, ഒരു ഭയങ്കര ഡ്രീം വെച്ചിട്ടോ ഒരു കലാകാരനാണോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹ സിനിമ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ. അല്ലെങ്കിൽ മണി, ഫെയിം, റെസ്പെക്ട്, ഇത് കണ്ടിട്ട് തന്നെ വന്നതാണ്. ചുമ്മാ ഒന്ന് നോക്കണം, പോണം, അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷെ വന്നപ്പം ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കണ്ടപ്പോൾ ഓഡീഷൻസിന് പോകുമായിരുന്നു. അപ്പോൾ ഓഡീഷൻസിന് പോകുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് ഒരാളെ പരിചയപ്പെടുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ വർഷങ്ങളോളം ട്രൈ ചെയ്യുന്ന ആൾക്കാർ, 5-6 വർഷം ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഭവമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ സ്വപ്നം കാണുന്ന സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് സീരിയസ് ആവുന്നതും ട്രൈ ചെയ്യുന്നതും. പിന്നെ കിട്ടിയപ്പം കമ്മിറ്റ്മെന്റ്സ് ആയി. കാരണം ആദ്യം വിളിച്ച ആള് പിന്നെ വിളിക്കും. കാരണം ആദ്യം ഞാൻ പ്രൊജക്ട് ടീം ഉണ്ടായ ടീമാണ് മിഡി രണ്ടിലേക്ക് എന്നെ വിളിച്ചത്. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് നോ പറയാൻ പറ്റില്ല. കാരണം നമ്മളെ കൊണ്ടുവന്ന ആളല്ലേ. ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു സ്നേഹത്തോടെ നമ്മൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളും നമ്മൾ വന്ന ഒരു വഴി മറക്കരുത് എന്നൊക്കെ വിചാരിച്ച് അതിൽ തന്നെ ആയി. അപ്പൊ അങ്ങനെ അതിൽ തന്നെ ഒരു ചെയിനായി. പിന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഞാനത് എൻജോയ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നു. അപ്പൊ സിനിമ തന്നെയാണ് മനസ്സിലുള്ളത്. സിനിമ ചെയ്യും, ഇൻഷാ അല്ലാഹ് ചെയ്യണം, ഭയങ്കര ആഗ്രഹമുണ്ട്. നോക്കാം. എന്താണ് അവിടെ എന്താ പരിപാടി? പറയുമ്പോ കേക്കുമായിരുന്നു. പഠിക്കുവാണ്. ഇനി എന്താണ്, സീരിയൽ തന്നെയാണോ? എന്താണ് ഭാവി പരിപാടികൾ? പഠിത്തം കണ്ടിന്യൂ ചെയ്യും, ഡിഗ്രി അത് ആ വഴിക്ക് അങ്ങ് പോവും. പിന്നെ പ്രോജക്റ്റ് വന്ന് ചെയ്യും. ഇനി ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അത്രയും സന്തോഷം. ഒന്ന് ചെയ്യണം അല്ലേ? കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞൊരു പ്രോജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ലീഡായിരുന്നു, പെയറായിരുന്നില്ല. അപ്പോ ഈ ഒരു നോട്ടം കൊണ്ടും ഒരു പേരായിരുന്നു, പക്ഷെ റൊമാൻറ്റിക് പേരല്ലായിരുന്നു. പക്ഷെ പേരായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ആണ്, ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് എന്നിട്ട് പോലും ഇത്രയും അക്സെപ്റ്റൻസും സ്നേഹവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ലീഡായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് പെയറായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ ഞങ്ങൾക്കും അത്ര തന്നെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് ഒന്ന് ഒരുമിച്ച് ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസരം വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ. അപ്പം ഇപ്പം സൽമാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ നാള് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ നാള് ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഏജ് ഒബ്വിയസ്ലി ഒരു കല്യാണപ്രായം കഴിഞ്ഞ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കാണെങ്കിൽ എന്താ പറയാ, കുറച്ച് പ്രായം കഴിയുമ്പോൾ കല്യാണം കഴിക്കുന്നില്ലേ എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടാ ചോദിച്ചത്. എനിക്ക് സമയമുണ്ടല്ലോ, ഞാൻ കുട്ടിയല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രഷർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ 5 മക്കളിൽ 5-ാമനാണ് ഞാൻ. 4 ആൾക്കാരും കല്യാണം കഴിഞ്ഞു, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു പ്രഷർ ഒക്കെയും ടെൻഷനൊക്കെ ഉമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഫീൽഡിലായതുകൊണ്ട് ഇത് നമ്മളെപ്പോഴും പറയല്ലോ, നമുക്കൊരു ജോബ് സെറ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കും എപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹം. സ്വന്തം പൈസ കൊണ്ടാണ് എന്തും ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഭയങ്കര ഒരു ഈഗോ ഉള്ളിലുള്ള ആളാണ് ഞാൻ. എന്ത് ചെയ്യുമ്പോഴും അത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിലും മെയിൻ ആയിട്ട് എന്റെ തന്നെ ആണോന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ എന്റെ കല്യാണം ആണെങ്കിൽ ബ്രദേഴ്സ് ഉണ്ട്, വീടുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഹെൽപ്പ് ചെയ്യും ചെയ്യൊക്കെ ആയിരിക്കും. പക്ഷെ അതിന്റെ മെജോറിറ്റി എന്റേതായിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫീൽഡിൽ വരുമ്പം ഇതിലെപ്പോഴാണ് സെറ്റ് ആവാന്ന് ആർക്കും അറിയില്ല. ചിലപ്പം ഒരു ഓവർ നൈറ്റ് കൊണ്ട് സക്സസ് ആവും. ചിലപ്പം ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വർഷങ്ങളോളം ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്.
പക്ഷെ നമ്മൾ ഓവർനൈറ്റിൽ സക്സസ് ആയ ആൾക്കാരും നമുക്കറിയാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലക്ക് ഫാക്ടർ ഇതിൽ ഭയങ്കരത്തിൽ ഒരു കീ റോൾ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മച്ചിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പിന്നെ ലവ് ഫെയിലർ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബ്രേക്കപ്പ് ആയപ്പോഴേക്കും അല്ല ഓക്കെ, ആ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോഴേക്കും പിന്നെ എന്റെ പ്ലാൻസ് ഒക്കെ മാറി. പിന്നെ ഭയങ്കരത്തിൽ പറ്റാണ്ടായി, അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാണ്ടായി. പിന്നെ സിഗ്മയായി, മണി മേക്കിംഗ്, ട്രാവലിംഗ്, ട്രിപ്പിംഗ്, അങ്ങനത്തെ ഒരു വൈബിലേക്കായി. ഇപ്പൊ മേഘ പ്രപ്പോസ് ചെയ്യണതിന് മുന്നേ ഇപ്പൊ വേറെ എന്തെങ്കിലും അറേഞ്ച് മാരേജ് പ്രപ്പോസൽസ് വരികയാണ്, ഫാമിലിക്ക് ഓക്കെ ആണ്, അങ്ങനത്തെ ഒരു കണ്ണുർത്തി കാണിക്കണം കേക്കാണ് അങ്ങനത്തെ ഒരു പ്രപ്പോസൽ വരുവായിരുന്നെങ്കിൽ അത് നോക്കുമായിരുന്നോ? ഇല്ല, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ്, ഞാൻ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടികൂടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ വീട്ടില് പോകാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഉമ്മച്ചി ഫോൺ വിളിച്ചിട്ട് പറയുമ്പോഴാണെങ്കിൽ നോർമൽ ടോക്സ് ഒക്കെ ആയിരിക്കും, സുഖവിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാല് പിന്നെ നൈസായിട്ട് ഉമ്മച്ചി ചോദിക്കും, കല്യാണക്കാര്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെക്കും. പക്ഷെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോൾ ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ, സ്വന്തം വീടല്ലേ. അപ്പോ ഇങ്ങനത്തെ ഒരു ടോക്സ് വരുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ പോക്ക് ഭയങ്കര റയർ ആയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പോകും, ഉമ്മച്ചിനെ കാണുന്നു, ഒരു ദിവസം 2 ദിവസം ഉമ്മച്ചിനെ കൂടെ നിന്ന് ചില്ലേരും, ഉമ്മച്ചിനെ ഒന്ന് പുറത്ത് കൊണ്ട് ഉമ്മച്ചിന്റെ ഫുഡ് അടിച്ചിട്ട് അപ്പൊ തന്നെ പോകും. അങ്ങനെ കാരണം ഈ ഒരു 2 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ട് പിന്നെയുള്ള ടോക്സ് പിന്നെ ഇതായിരിക്കും. അപ്പൊ പിന്നെ ഉമ്മച്ചിന്റെ അടുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അലമ്പാകുന്നതിന് മുമ്പേ നല്ലൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് ലെങ്തി ഇന്റർവ്യൂ എന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റി. ഇപ്പൊ പുതിയ നവദമ്പതികളാണ്, അപ്പൊ നിങ്ങളുടെ പേരൻസ് ഇത് ചിലപ്പോൾ ഈ വീഡിയോ കാണുമായിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടവർ ഈ വീഡിയോ കാണുമായിരിക്കും. അപ്പൊ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ഇവിടെ നോക്കി പറഞ്ഞു. വാട്ട് ഇസ് ദിസ് മാൻ? ഞാൻ ചൂസ് ചെയ്ത ആള് ശരിയാണെന്ന് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാവുന്ന ദിവസം എന്താണ് അന്ന് ഞങ്ങളടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം, സംസാരിക്കാനുണ്ട്. എന്നാലും അങ്ങനെ ബാക്കി അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത്, ഞങ്ങള് ഡിസൈഡ് ചെയ്തു, ഞങ്ങൾ ഒരുമിച്ചായി. അപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങളില്ലാത്തത് ഒരു ഇൻകംപ്ലീറ്റ് തന്നെയാണ്. ഫാമിലി ഈസ് ഫാമിലി. അപ്പൊ നിങ്ങള് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് ഫാമിലി ഒന്നും ഇല്ലേന്നൊന്നും ചിന്തിക്കരുത്, എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്. എന്നാലും ഒന്നും കൂടി എന്താ പറയാ, ഒന്നും കൂടി ഇൻവോൾവ് ആയിട്ട് കിട്ടിയാല് ഭയങ്കര അടിപൊളിയായിരിക്കും. നിങ്ങൾ ഇപ്പൊ ഉള്ളതിനേക്കാളും കൂടുതൽ സ്നേഹം തന്നിട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇനിയും അടിപൊളിയായിരിക്കും. പിന്നെ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് പറഞ്ഞു പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഷോ യു ഗൈസ്. അപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? ഞാൻ ബോർ അടിപ്പിച്ചോ? ഇല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ? സത്യം പറ, എന്താണ്? ഞങ്ങള് കൊള്ളായിരുന്നു പതിവ് പോലെ. എന്റെ പെർഫോമൻസ് ഗംഭീരം. ഞങ്ങൾ കൊള്ളായിരുന്നു. പിന്നെ ഒപ്പിച്ച് ഭയങ്കര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ, നമ്മളെ അത്ര ഒന്നും ആയില്ല. എന്നാലും പാവല്ലേ, ജീവിച്ചു പോട്ടെ. ഇനിയിപ്പോ നല്ലത് പറഞ്ഞാൽ മാത്രമേ 2 ബസ്സാണ് പോയത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ നല്ലത് പറഞ്ഞാൽ മാത്രം അത് സത്യാവുന്നുണ്ടോ? അടിപൊളിയായിരുന്നു, പൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ചാണ് ഗൈസ്. എന്താണ് കൊച്ചി ഭാഷയൊക്കെ കൊച്ചിയിലൊക്കെ ഞാൻ ഫുൾ മിക്സ്ഡ് ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ മിക്സ് ചെയ്ത് സംസാരിക്കും. കാസർഗോഡത്തെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കുമ്പോ ട്രാവൽ ചെയ്യുമ്പോ ആ കാറ്റടിക്കൂലേ. കാസർഗോഡ് ഭാഷ ഒന്ന് കേൾക്കണം. നിങ്ങൾ രണ്ടാളും കാസർഗോഡില് ഒന്ന് പ്രപ്പോസ് ചെയ്യും. ഇത് കാസർഗോഡിലും ഇത് കണ്ണൂരിലും. എനിക്ക് കണ്ണൂര് വരില്ല, എനിക്ക് മലയാളി പറയാൻ അറിയില്ല. മലയാളി അല്ലേ? മലയാളിയാണ്. ബംഗാളിയാ. വീട്ടിലോടല്ലോടോ നീ പറഞ്ഞ. അതായത് കാസർഗോഡ് ഭാഷയിലും എന്തെങ്കിലും പറ. അപ്പല്ലേ കാര്യങ്ങളിൽ ഇത്രയെല്ലാം ആയിണേ. നാട്ടില് മൊത്തം അറിഞ്ഞിട്ടുണ്ട്, നമ്മളെ കല്യാണം കാര്യങ്ങളൊക്കെ മൊത്തം ലീക്ക് ആയിട്ടുണ്ട്. നിനക്ക് ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഫുള്ള് മജ തന്നെ അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മ കിട്ടി, ഇനി മജാക്കൽ തന്നെ, ഇനി അടിപൊളിയാക്കൽ തന്നെ. നല്ല പഠിക്കണോ, നമ്മൾ നല്ല പണിയെടുക്കണോ, മജാക്കണോ, പൊളിക്കണോ, എല്ലാവർക്കും നമ്മ കാണിച്ചു കൊടുക്കണേ. ഓക്കെ, അടിച്ചു പൊളിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ? പൊളിയല്ലേ? കട്ടക്കില്ലേ? മജയല്ലേ? ഏത് മൂഡ്? അപ്പം എന്താ പറയാ, ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.
നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്രൊജക്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ആങ്കറിനെ കൂടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉടനെ വരട്ടെ. ഇത്രയും നേരം ഞങ്ങള് സഹിച്ചിട്ട് അതെ 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 അതിന് എനിക്ക് എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ. നിങ്ങളെ ഭാഗ്യമായിട്ട് കണ്ടാ മതി. തരട്ടെ. അതാണ് അവളെ പറയാൻ ഉദ്ദേശിച്ചത്. സൈലന്റ് ആണോന്ന് ഇപ്പൊ മനസ്സിലായി ഞാൻ എന്തോട്ടോ സൈലന്റ് ആക്കി വെച്ചിരിക്കണേന്ന്. അപ്പൊ എന്താ പറയാ നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ഫ്യൂച്ചർ തന്നെ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. താങ്ക് യു.